ഓൾട്ടോ കേട്ടൻ ഓട്ടോമാറ്റിക്. അപ്പോൾ കസ്റ്റമറുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഭയങ്കര വൈബ്രേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് ഓടിച്ച് നോക്കിയപ്പോൾ ഫ്രണ്ടിലേക്ക് ഓടിക്കുമ്പോഴും പ്രോബ്ലം ഉണ്ട്, റിവേഴ്സ് എടുക്കുമ്പോഴും പ്രോബ്ലം ഉണ്ട്. വാണിംഗ് ലാമ്പാണെങ്കിൽ അതിന് കൂടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ ഇഗ്നീഷൻ കോയിൽ, അതായത് പ്ലഗിൻ്റെ കോയിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരാം. പിന്നെ പ്ലഗ് കംപ്ലയിൻറ്റ് വന്നാലും വരാം. ചെക്ക് ചെയ്തപ്പോൾ അതായിരുന്നില്ല പ്രോബ്ലം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്ലഗും കോയിലൊക്കെ ചെക്ക് ചെയ്തു, അതിൽ കുഴപ്പമുണ്ടായില്ല. ലാസ്റ്റ് ആ മാനിഫോൾഡിൽ ഒന്ന് തൊട്ടപ്പോൾ മാനിഫോൾഡ് ലൂസായിട്ട് ഇങ്ങനെ കിടന്ന് ഇളകുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഒരു നെറ്റ് അതിനകത്ത് ഇല്ല, മാനിഫോൾഡിൻ്റെ നെറ്റ് അതിലില്ല. ബാക്കിയുള്ള ബോൾട്ട് നട്ടുകളെല്ലാം ലൂസായിരുന്നു. അപ്പോൾ ഇൻടേക്ക് മാനിഫോൾഡിൻ്റെ ഇടയിൽ കൂടെ എയർ വലിച്ച് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കൊണ്ടാണ് ഇങ്ങനെ ഫയറിങ് പ്രോബ്ലം വന്നിട്ട്, അതായത് മര്യാദയ്ക്ക് ഫ്യൂൾ കത്താണ്ടുള്ള പ്രോബ്ലം വന്നത്. ശരിക്കും ത്രോട്ടിൽ ബോഡിയുടെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് വേണം എയർ എടുക്കാൻ. അപ്പോൾ ഈ മാനിഫോൾഡിൻ്റെ ഇടയിൽ കൂടെ എയർ എടുത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സോൾവ് ആയി. സാധാരണ രീതിയിൽ ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം വാണിംഗ് ലാമ്പ് ബ്ലിങ്ക് ചെയ്യാനുള്ള കാരണം നോക്കുക. കാരണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ തീരും. പിന്നെ പ്ലഗും കോയിലുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരിക. പിന്നെ എനിക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് ഞാനങ്ങ് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പർ ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ചെയ്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് പണിയൊന്നും അറിയില്ല, ഞാനൊരു ചെറിയ മെക്കാനിക്കാണ്. അപ്പോൾ എനിക്ക് അറിയാവുന്ന പണികളുടെ കാര്യങ്ങളാണ് ഞാൻ എടുത്ത് ചെയ്യുന്നത്. ഡൗട്ടുള്ളവർ മെസ്സേജ് ചെയ്യുക.